Good afternoon. Today we are going to discuss about precision farming. It is another important technique which is used in modern agriculture. That is also an environmental friendly technique which is adopted into the agricultural sector. Precision farming, that is a management technique. പ്രിസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? കൃത്യതയുള്ള കൃഷി അല്ലെങ്കിൽ കൃത്യതയുള്ള കൃഷി എന്നുള്ള മീനിങ്ങൊക്കെ നമുക്ക് മലയാളം പറയാം. അപ്പം പ്രിസിഷൻ ഫാമിംഗ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ മാനേജ്മെൻറ്റ് ടെക്നിക് ഓർ മാനേജ്മെൻറ്റ് ഫിലോസഫി ഓർ ഇറ്റ് ഈസ് എൻ അപ്രോച്ച് ടു ദ ഫാം ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഡിഫൈനബിൾ പ്രിസ്ക്രിപ്റ്റീവ് സിസ്റ്റം. So we can say that this is a management philosophy or a management technique or it is a management approach to the agricultural sector. It is a management technique or management philosophy or approach to the farm and it is not a definable prescriptive system. We cannot clearly define or we cannot prescribe a particular system as precision farming. So it is a management system or it is a management philosophy or it is a management approach to the farm. So here what we do is we note the variations occurring in crop or soil properties within a field. So there may be many variations in crop or soil properties or regarding the properties of a crop or regarding the soil properties. There may be so many variations in soil properties or crop varieties within a field. So what is done in precision farming is that we note the variations that is occurring in the crop varieties or that is occurring in the soil properties in a field. So when after noting these varieties or variations in crop or variations in soil properties, we map the variations and then we take some management actions. So after noting these variations, we map these, we record these variations, we map these variations and then some management actions are taken for agricultural sector. And as a result of continued assessment of the spatial variability within that field. So we are continuously assessing the variability within that field. അപ്പം ഈ ഫീൽഡിനകത്തുള്ള എന്തൊക്കെ വേരിയേഷൻസ്, ക്രോപ്പ് വേരിയേഷൻസ് ഉണ്ട്, ഫെർട്ടിലിറ്റി വേരിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ സോയിലിൻ്റെ പ്രോപ്പർട്ടിയിലുള്ള വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ നോട്ട് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മൾ തുടർച്ചയായിട്ടുള്ള അതിലെ വേരിയേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മൾ ചില പ്രത്യേക ആക്ഷൻസ് ഏറ്റെടുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്കിനെയാണ് നമ്മളെന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വി ആർ കണ്ടിന്യൂസ്ലി അസസിങ് ദ സ്പേഷ്യൽ വേരിയബിലിറ്റി വിത്തിൻ എ പെർട്ടിക്കുലർ ഫീൽഡ്. ഒരു ഫീൽഡിനകത്തുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കൃത്യമായി നോട്ട് ചെയ്യുകയും ആ വ്യത്യാസങ്ങളെ നോട്ട് ചെയ്തുകൊണ്ട് അതിനാവശ്യമായ മാനേജ്മെൻറ്റ് ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ടെക്നിക്കിനെയാണ് നമ്മൾ പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് പ്രധാനമായിട്ടും പ്രിസിഷൻ ഫാമിങ്ങിന് നമ്മൾ പ്രധാനമായിട്ടും സഹായിച്ചത് ജിയോമാറ്റിക് ടെക്നോളജിയാണ്. ജിയോമാറ്റിക് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ റിമോട്ട് സെൻസിങ്, അതുപോലെ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം തുടങ്ങിയവയുടെ സഹായത്തോടു കൂടി നമ്മൾ പ്രത്യേക സൈറ്റ് സ്പെസിഫിക് മാനേജ്മെൻറ്റ് ചെയ്യുന്ന, അതായത് ചില പ്രത്യേക സ്ഥലങ്ങളിലെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ സ്പേഷ്യൽ വേരിയബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സ്ഥലത്തെയും വ്യത്യാസങ്ങൾ മനസ്സിലാക്കി കൊണ്ട് അതിന് യോജിച്ച തരത്തിലുള്ള ഒരു കൃഷി രീതി അവലംബിക്കുന്ന ഒരു ടെക്നോളജിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രിസിഷൻ ഫാമിംഗ് ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചത് ഈ ജിയോമാറ്റിക് ടെക്നോളജിയാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ ലേറ്റർ പാർട്ടിൽ രണ്ടാം പകുതിയിൽ 20ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഈ ജിയോമാറ്റിക് ടെക്നോളജിയിൽ ഉണ്ടായ ഡെവലപ്മെൻറ്റ്. ജിയോമാറ്റിക് ടെക്നോളജി പ്രധാനമായിട്ട് നമ്മൾ ഈ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നതൊക്കെ ജിയോമാറ്റിക് ടെക്നോളജിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജികളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ പ്രിസിഷൻ ഫാമിംഗ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സഹായിച്ചത്. സോ ദി പ്രിസിഷൻ ഫാമിംഗ് ടെക്നിക് ഈസ് അഡോപ്റ്റഡ് യൂസിങ് ജിയോമാറ്റിക് ടെക്നോളജി ലൈക്ക് റിമോട്ട് സെൻസിങ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS, then geographical information system or GIS. So this approach is called precision farming or site specific management. അപ്പോൾ ഈ അപ്രോച്ചിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ പ്രിസിഷൻ ഫാമിംഗ് അഥവാ സൈറ്റ് സ്പെസിഫിക് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്.
അപ്പോൾ ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, റിമോട്ട് സെൻസിങ്, അതുപോലെ തന്നെ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഈ മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഇങ്ങനെയുള്ള ജിയോമാറ്റിക് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പ്രത്യേക സ്ഥലത്തിൻ്റെ പ്രത്യേക വേരിയബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട്, ക്രോപ്പ് വെറൈറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട്, ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സോയിൽ പ്രോപ്പർട്ടീസിലുള്ള മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരു അപ്രോച്ച് അതിനായിട്ട് സ്വീകരിക്കുന്നു. അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് അഥവാ സൈറ്റ് സ്പെസിഫിക് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രത്യേകമായ ഒരു മാനേജ്മെൻറ്റ് സംവിധാനം അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രിസിഷൻ ഫാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ, സോ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ spatial variability of a particular soil, or for understanding the peculiarities of a particular soil or characteristics of a particular soil, or about the crop growth, as well as to prescribe the most appropriate management strategy, we need some special tools and resources. So പ്രിസിഷൻ ഫാമിംഗ് നമുക്ക് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള ടൂൾസും റിസോഴ്സസും ഉണ്ടെങ്കിൽ നമുക്ക് പ്രിസിഷൻ ഫാമിംഗ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഭൂമിയിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട വേരിയബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സോയിൽ ക്യാരക്ടറിസ്റ്റിക്സുമായി, അതായത് ഭൂമിയുടെ മണ്ണിൻ്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ, ക്രോപ്പിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിലും, അതിന് ഏറ്റവും നല്ല മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? ചില ടൂൾസും ചില റിസോഴ്സസും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ പരമ്പരാഗത അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരേപോലെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് ഒരേപോലെ വളമിടുക, ഒരേപോലെ പെസ്റ്റിസൈഡ്സ് കൊടുക്കുക, ഇൻസെക്ടിസൈഡ്സ് അഡോപ്റ്റ് ചെയ്യുക, ഫംഗിസൈഡ്സ് അഡോപ്റ്റ് ചെയ്യുക, ഇറിഗേഷൻ കൊടുക്കുക. അതായത് നമ്മുടെ എല്ലാ ഭൂമിക്കും ഒരേപോലെ ആയിരിക്കും വെള്ളം ഒഴിക്കുക. അപ്പം നമുക്ക് വെള്ളം ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും നമ്മൾ ഒരേപോലെ ആയിരിക്കും ഇറിഗേഷൻ കൊടുക്കുക. അതുപോലെ ഫെർട്ടിലൈസർ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും നമ്മൾ ഒരേ കണക്കായിരിക്കും ഫെർട്ടിലൈസർ അഡോപ്റ്റ് ചെയ്യുക. ഹെർബിസൈഡ്സ് ഹെർബ്സിനെ കളകളെ ഇല്ലാതാക്കാനുള്ള വളം നമ്മളല്ലെങ്കിൽ മരുന്നടിക്കുമ്പോൾ കള ഇല്ലാത്തടത്തും കള ഉള്ളിടത്തും ഒരേ മരുന്നായിരിക്കും അടിക്കുന്നത്. അപ്പം അങ്ങനെയല്ല വേണ്ടേ, എവിടെയാണോ ഈ സാധനം ആവശ്യമുള്ളത് അവിടെ മാത്രം ഇത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫെർട്ടിലൈസർ ആവശ്യമുള്ള എവിടെയാണോ അവിടെ മാത്രം കൊടുക്കുക, ഹെർബിസൈഡ് ആവശ്യമുള്ള എവിടെയാണോ അവിടെ മാത്രം കൊടുക്കുക, ഇറിഗേഷൻ ആവശ്യമുള്ള എവിടെയാണോ അവിടെ മാത്രം കൊടുക്കുക. അങ്ങനെ ഒരു സ്പേഷ്യൽ വേരിയബിലിറ്റി, ഓരോ സ്ഥലത്തെയും സ്ഥലത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആവശ്യമായ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അഗ്രികൾച്ചറിനെ സമീപിക്കുക എന്നുള്ളതാണ് പ്രിസിഷൻ ഫാമിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷേ കൺവെൻഷണൽ അഗ്രികൾച്ചറിൽ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ പരമ്പരാഗത കാർഷിക രീതിയിൽ നമ്മൾ എന്താ പ്രാക്ടീസ് ചെയ്യുന്നത്? നമ്മൾ ഒരേപോലെ ഫെർട്ടിലൈസർ അഡോപ്റ്റ് ചെയ്യുന്നു, ഒരേപോലെ ഇറിഗേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നു, ഒരേപോലെ ഹെർബിസൈഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു രീതിയാണ് നമ്മൾ കൺവെൻഷണൽ അഗ്രികൾച്ചറിൽ ഫോളോ ചെയ്യുന്നത്. പക്ഷേ പ്രിസിഷൻ ഫാമിങ്ങിൽ അങ്ങനെയല്ല. അല്ലെങ്കിൽ സ്പേഷ്യൽ വേരിയബിലിറ്റി പരിഗണിച്ചുകൊണ്ടല്ല നമ്മളെ കൺവെൻഷണൽ അഗ്രികൾച്ചറിൽ നമ്മൾ ഇറിഗേഷൻ ആയാലും എന്തായാലും ചെയ്യുന്നത്. പക്ഷേ പ്രിസിഷൻ ഫാമിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് വി കൺസിഡർ സ്പേഷ്യൽ വേരിയബിലിറ്റി അല്ലെങ്കിൽ സോയിൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സ്ഥലത്തിൻ്റെയും വേരിയേഷൻസ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ന്യൂ കോൺസെപ്റ്റാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പം ടു റിഡ്യൂസ് ദ ഇൽ ഇഫക്ട്സ് ഓഫ് ഓവർ ആൻഡ് അണ്ടർ യൂസേജ് ഓഫ് ഇൻപുട്സ്, അതായത് ഈ ഇൻപുട്സ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും, ഇൻപുട്സ് ആവശ്യത്തിന് ഉപയോഗിക്കാതെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഇൽ ഇഫക്ട്സ്, അങ്ങനെയുള്ള മോശം ഇഫക്റ്റുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ കോൺസെപ്റ്റിൻ്റെ പേരാണ് പ്രിസിഷൻ ഫാമിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സൈറ്റ് സ്പെസിഫിക് മാനേജ്മെൻറ്റ് ഓർ ടു സ്പേഷ്യൽ വേരിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും ദാറ്റ് ഈസ് മെയിൻലി ഡെവലപ്ഡ് to maximize crop production and to minimize environmental pollution and degradation, thus leading to sustainable development. So the main aim of this precision farming or site specific management, അങ്ങനെ നമുക്ക് വിളിക്കാം, site specific management is to maximize ക്രോപ്പ് പ്രൊഡക്ഷൻ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ടു മിനിമൈസ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ മിനിമൈസ് ചെയ്യുക, ഡീഗ്രഡേഷൻ മിനിമൈസ് ചെയ്യുക, അങ്ങനെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്ക്, സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ പ്രിസിഷൻ ഫാമിംഗ് അഥവാ സൈറ്റ് സ്പെസിഫിക് മാനേജ്മെൻറ്റ് ടു സ്പേഷ്യൽ വേരിയബിലിറ്റി എന്ന ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ ഏതൊക്കെ ടെക്നോളജിയാണ് ഈ പ്രിസിഷൻ ഫാമിങ്ങിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്? അപ്പം സാധാരണ ഈ പ്രിസിഷൻ ഫാമിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടെക്നോളജി ഡ്രിവൺ. അത് പ്രധാനമായിട്ടും ടെക്നോളജിയെ ആശ്രയിച്ചിരിക്കുന്നതാണ്, ടെക്നോളജി ഡ്രിവൺ ആണ്. ടെക്നോളജിയാണ് ഈ പ്രിസിഷൻ ഫാമിങ്ങിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്.
അപ്പോൾ there are many tools which are adopted in precision farming. അപ്പം ഇതിൽ ധാരാളം ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ് അതായത് അഡ്വാൻസസ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിലും ഇലക്ട്രോണിക്സിലുള്ള പുതിയ രീതിയിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ റിമോട്ട് സെൻസിങ് പോലെയുള്ളതും ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലെയുള്ളതും ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അങ്ങനെയുള്ള വലിയ വലിയ രീതിയിലുള്ള മോഡേൺ ടെക്നോളജീസാണ് നമ്മൾ ഇതിലുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറയുന്നത്. റിമോട്ട് സെൻസിങ്, GPS, GIS എന്നിവയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. So here in precision farming there are mainly the technologies used in precision farming cover 3 aspects. അപ്പം ഈ പ്രിസിഷൻ ഫാമിങ്ങിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നോളജി പ്രധാനമായിട്ടും 3 ആസ്പെക്റ്റുകളെ കവർ ചെയ്യുന്നത്, മൂന്ന് ഘടകങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ ടെക്നോളജി. നമ്മുടെ പ്രിസിഷൻ ഫാമിങ്ങിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നോളജി പ്രധാനമായിട്ടും 3 ഘടകങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഡേറ്റ കളക്ഷൻ. അപ്പോൾ ഡേറ്റ കളക്ഷന് വേണ്ടി ഏതൊക്കെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണം? അനാലിസിസ് ഓർ പ്രോസസ്സിങ് ഓഫ് റെക്കോർഡ് ഇൻഫർമേഷൻ. പിന്നെ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വിശകലനം ചെയ്യണം. ആ വിശകലനം ചെയ്യുന്നതിന് റെക്കോർഡ് ചെയ്ത ഇൻഫർമേഷൻ നമുക്ക് വിശകലനം ചെയ്യണം. അതാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന്. മൂന്നാമത് റെക്കമെൻഡേഷൻസ് ബേസ്ഡ് ഓൺ അവൈലബിൾ ഇൻഫർമേഷൻ. പിന്നെ നമ്മൾ നമ്മുടെ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ വെക്കും. ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ആ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നതിന് നമ്മൾ ചില ടൂൾസിനെ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രധാനമായിട്ടും വി adopt the technologies in to cover 3 aspects. പ്രധാനമായിട്ടും 3 ആസ്പെക്ട്സിനെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ടെക്നോളജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഡേറ്റ കളക്ഷനും ദെൻ അനാലിസിസ് ഓർ പ്രോസസ്സിങ് ഓഫ് ഡേറ്റ കളക്റ്റഡ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്റ്റഡ് ദെൻ റെക്കമെൻഡേഷൻസ് ബേസ്ഡ് ഓൺ അവൈലബിൾ ഇൻഫർമേഷൻ. നമുക്ക് കിട്ടിയ വിവരങ്ങൾ നമ്മൾ വിശകലനം ചെയ്തതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷൻസ് നമ്മൾ നടത്തുക. ഇത്രയും പ്രധാനമായിട്ട് 3 ആസ്പെക്റ്റുകളെ കവർ ചെയ്യുന്ന ടെക്നോളജീസാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ദർ ആർ മെയിൻലി 3 ടൈപ്സ് ഓഫ് ടെക്നോളജീസ്. പ്രധാനമായിട്ടും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന 3 തരത്തിലുള്ള ടെക്നോളജിയാണ് നേരത്തെ പറഞ്ഞതുപോലെ മാപ്പിംഗ്. ഒന്നാമതെന്ന് പറയുന്നത് മാപ്പിംഗ് എന്ന് പറയുന്നത്, രണ്ടാമത് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്, ദെൻ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അങ്ങനെ 3 തരത്തിലുള്ള ടെക്നോളജീസാണ് പ്രിസിഷൻ ഫാമിങ്ങിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഏതൊക്കെയാണ്? ദർ ആർ മെയിൻലി 3 ടൈപ്സ് ഓഫ് ടെക്നോളജീസ് വിച്ച് ആർ നീഡഡ് ഫോർ പ്രിസിഷൻ ഫാമിംഗ്. ദേ ആർ മാപ്പിംഗ്, ദെൻ റിമോട്ട് സെൻസിങ്, ദെൻ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മാപ്പിംഗ്. നമുക്ക് മാപ്പിങ്ങിനെ കുറിച്ച് എന്താണ് മാപ്പിംഗ് എന്ന് പറയാം. അപ്പം മാപ്പിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്രിസിഷൻ ഫാമിംഗ്. ദാറ്റ് ഈസ് ദ ജനറേഷൻ ഓഫ് മാപ്സ് ഓർ ക്രിയേഷൻ ഓഫ് മാപ്സ് ഫോർ ക്രോപ്പ് ആൻഡ് സോയിൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ക്രോപ്പിനെ കുറിച്ചും സോയിലിൻ്റെയും ക്രോപ്പിൻ്റെയും പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള മാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആദ്യത്തേതുമായ സ്റ്റെപ്പ്. പ്രിസിഷൻ ഫാമിങ്ങിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് ടു ജനറേറ്റ് മാപ്സ് ഫോർ ക്രോപ്പ് ആൻഡ് സോയിൽ പ്രോപ്പർട്ടീസ്. സോയിലിൻ്റെയും ക്രോപ്പിൻ്റെയും പ്രോപ്പർട്ടീസിനെ കുറിച്ച് മാപ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് മാപ്സ് വിൽ മെഷർ സ്പേഷ്യൽ വേരിയബിലിറ്റി ആൻഡ് പ്രൊവൈഡ് ദി ബേസിസ് ഫോർ കൺട്രോളിങ് സ്പേഷ്യൽ വേരിയബിലിറ്റി. അപ്പോൾ ഈ മാപ്പിങ്ങിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഓരോ സ്പേഷ്യൽ വേരിയബിലിറ്റി, ഓരോ സ്ഥലത്തിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കാനും മാത്രമല്ല ഈ സ്പേഷ്യൽ വേരിയബിലിറ്റി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും മനസ്സിലാക്കാൻ നമുക്ക് എന്ത് സഹായിക്കുന്നു? മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാപ്പിംഗ് പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയൊക്കെ സഹായിക്കുന്നു? ഇറ്റ് വിൽ ഹെൽപ്പ് ടു മെഷർ സ്പേഷ്യൽ വേരിയബിലിറ്റി അതായത് ഓരോ സ്പേസസിൻ്റെയും ഫീൽഡ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനും മാത്രമല്ല ഈ സ്പേഷ്യൽ വേരിയബിലിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഒരു അടിസ്ഥാനം കിട്ടുന്നതും നമുക്ക് ഈ മാപ്പിങ്ങിലൂടെയാണ്. അപ്പോൾ സ്പേഷ്യൽ വേരിയബിലിറ്റി മനസ്സിലാക്കാനും ഈ സ്പേഷ്യൽ വേരിയബിലിറ്റിയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാനം പ്രൊവൈഡ് ചെയ്യാനും എന്ത് സഹായിക്കുന്നു? ഈ മാപ്പിംഗ് സഹായിക്കുന്നു. അപ്പോൾ ഈ നമുക്കറിയാം ഈ ക്രോപ്പ് പ്രൊഡക്ഷന് മുന്നേയും അതുപോലെ തന്നെ ക്രോപ്പ് പ്രൊഡക്ഷന് ശേഷവും നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ GPS ആണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പം വി ഹാവ് ടു കളക്ട് ഡേറ്റ ബിഫോർ ആൻഡ് ആഫ്റ്റർ ക്രോപ്പ് പ്രൊഡക്ഷൻ. അപ്പോൾ ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേയും നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യണം ഭൂമിയെക്കുറിച്ചുള്ള. ആഫ്റ്റർ ക്രോപ്പ് പ്രൊഡക്ഷന് ശേഷവും ഡേറ്റ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻ തരാൻ സഹായിക്കുന്നത് ഉപയോഗിച്ചിട്ടാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അപ്പം ഡേറ്റ കളക്ഷൻ ടെക്നോളജിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. സോയിൽ സാമ്പിളിംഗ് ഉണ്ട്, ഗ്രിഡ് സോയിൽ സാമ്പിളിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ഭൂമിയുടെ സാമ്പിൾ എടുത്തുകൊണ്ട് നമ്മൾ പരിശോധിക്കും. പിന്നെ ഈൽഡ് മോണിറ്ററിങ്, ഓരോ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് എത്രത്തോളം വിളവുണ്ട് അത് നമ്മൾ നിരീക്ഷിക്കും. അതുപോലെ റിമോട്ട് സെൻസിങ് ഉപയോഗിക്കാറുണ്ട്. ക്രോപ്പ് സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്തെയും പ്രത്യേക തരത്തിലുള്ള ക്രോപ്പുകൾ എത്രത്തോളമാണ് കൃഷി ചെയ്യപ്പെടുന്നത്, അതിൻ്റെ വെറൈറ്റീസ് എന്തൊക്കെയാണ്, അത് എത്രത്തോളം ആണ് അവിടെ ആപ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം കാര്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ മാപ്പിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ കളക്ഷന് ശേഷമാണ് ഡേറ്റ കളക്ഷന് വേണ്ടി നമ്മൾ സോയിൽ സാമ്പിളിംഗ് ഉപയോഗിക്കുന്നു, ഈൽഡ് മോണിറ്ററിംഗ് ഉപയോഗിക്കുന്നു, റിമോട്ട് സെൻസിങ് ഉപയോഗിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഡേറ്റ കളക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസായ ഈ ക്രോപ്പ് പ്രൊഡക്ഷൻ സമയത്ത് നമ്മളെന്താണ് സെൻസിങ് ഇൻസ്ട്രുമെൻസായ സോയിൽ പ്രോബ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, സോയിൽ ന്യൂട്രിയൻ സ്റ്റാറ്റസ് എന്നിവ അളന്നുകൊണ്ട് നമുക്ക് ക്രോപ്പ് പ്രൊഡക്ഷനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഓപ്റ്റിക്കൽ സ്കാനറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സോയിലിലെ ഭൂമിയിലുള്ള ഓർഗാനിക് മാറ്ററും അതുപോലെ തന്നെ വീഡ്സിനെ കുറിച്ച്, അതിനകത്തുള്ള ഏതൊക്കെ കളകളൊക്കെ ഉണ്ട് എന്നൊക്കെ കുറിച്ച് നമുക്ക് ഓപ്റ്റിക്കൽ സ്കാനറുകൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ധാരാളം തരത്തിലുള്ള പലതരത്തിലുള്ള മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട്, ഇങ്ങനെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡ്സിനെ കുറിച്ചും നമുക്ക് ഓർഗാനിക് മാറ്ററിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെ മാപ്പിങ്ങിലൂടെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്, സോ വാട്ട് എവർ ഡേറ്റ ഈസ് കളക്റ്റഡ് ത്രൂ മാപ്പിംഗ് വി റെക്കോർഡ് ദീസ് ഡേറ്റ. അപ്പോൾ ഇങ്ങനെ ഡേറ്റ മാപ്പിങ്ങിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും, വി ആർ റെക്കോർഡിങ് ദീസ് ഡേറ്റ ആൻഡ് വി ആർ സ്റ്റോറിങ് ദിസ് ഡേറ്റ ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ ഫ്യൂച്ചർ ആക്ഷൻ. And these maps are used for getting information as well as for making strategic decision to control variability. ഇപ്പോൾ മാപ്പിങ്ങിലൂടെ എന്ത് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഡേറ്റ ഈസ് സ്റ്റോർഡ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ ഫ്യൂച്ചർ ആക്ഷൻ. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ആക്ഷന് വേണ്ടി ഈ മാപ്പിങ്ങിലൂടെ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ നമ്മൾ കളക്ട് ചെയ്ത് സൂക്ഷിച്ച് വെക്കുകയും എന്നിട്ട് ഈ മാപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. എന്ത് സ്ട്രാറ്റജിക് ഡിസിഷൻ, ഈ വേരിയബിലിറ്റി ഇല്ലാതാക്കാൻ, സ്പേഷ്യൽ വേരിയബിലിറ്റി, ഓരോ സ്പേസസ് ഓരോ ഫീൽഡ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ആക്ഷൻ ഏറ്റെടുക്കണമോ, എന്ത് ഡിസിഷൻ ചെയ്യണമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് മാപ്പിങ്ങിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ മാപ്പിംഗ് ചെയ്യാൻ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിമോട്ട് സെൻസിങ് ഉപയോഗിച്ച് ചെയ്യാം, ഗ്ലോബൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ മാത്രമല്ല മാനുവലി ഡ്യൂറിങ് ഫീൽഡ് ഓപ്പറേഷൻസ്, നമ്മൾ ഫീൽഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വയലിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് മാനുവലായിട്ട്, അല്ലെങ്കിൽ നമുക്ക് മാനുവൽ നേരിട്ട് ചെന്ന് വയലിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നേരിട്ട് ചെന്നും മാപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും. മാപ്പിംഗ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഇത്രയാണ്, ഡേറ്റ കളക്ഷൻ അബൌട്ട് വേരിയബിലിറ്റി ഓഫ് എ ഫീൽഡിൻ്റെ വേരിയബിലിറ്റി, ക്രോപ്പ് പ്രൊഡക്ഷന് മുന്നേയും ക്രോപ്പ് പ്രൊഡക്റ്റിന് ശേഷവും ക്രോപ്പ് ഈൽഡിനെ ഒക്കെ നോക്കിക്കൊണ്ട് സ്പേഷ്യൽ വേരിയബിലിറ്റി അളക്കുന്നതിന് നമ്മളെന്ത് പറയുന്നത് മാപ്പിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അപ്പോൾ കേൾക്കുക, കേട്ടിട്ട് സംശയം കൊണ്ട്